നമസ്കാരം. മോദി സർക്കാർ 2014-19 അധികാരത്തിലെത്തിയത് BJPക്ക് കേവല ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടാണ്. എന്നാൽ 2024 സ്ഥിതി അങ്ങനെയല്ലായിരുന്നു. കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട BJP മന്ത്രിസഭ രൂപീകരിക്കുമോ എന്ന് പോലും സംശയമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് NDA യോഗം ചേർന്ന് BJP വീണ്ടും നരേന്ദ്രമോദിയെ തന്നെ പാർലമെന്ററി പാർട്ടി നേതാവായിട്ട് തിരഞ്ഞെടുക്കുകയും പിന്നീടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ നിതീഷ് കുമാറിൻ്റെ JDUവിനെ പൂർണ്ണമായിട്ടും മെരുക്കിയെടുക്കാൻ BJPക്ക് ഈ നിമിഷം വരെ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഭാഗമായാണ് പലപ്പോഴായി മഹാഗഠബന്ധനുമായി ചേർന്ന് നിതീഷ് കുമാർ മന്ത്രിസഭ രൂപീകരിച്ച് BJPയെ പ്രതിപക്ഷത്താക്കിയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ JDUവും അതോടൊപ്പം തന്നെ BJPയും സഖ്യം ചേർന്ന് തന്നെയാണ് മത്സരിച്ചതെങ്കിലും JDUവിൻ്റെ 12 MPമാരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് നരേന്ദ്രമോദി തന്നെ തുറന്നടിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോദിക്ക് പ്രിയം മമതയോടാണ്. മമതയുടെ 29 MPമാർ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ JDUവും TDPയും ഒന്നും BJPക്ക് ആവശ്യമേ ഇല്ല. അതുകൊണ്ട് തന്നെ മമതയെ നിർണായകമായിട്ടുള്ള നിമിഷങ്ങളിൽ ഒപ്പം കൂട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം മുൻപ് വാജ്പേയി സർക്കാരിൽ മമത മന്ത്രിയായിരുന്നു എന്നുള്ളത് കൊണ്ടും അവർ സഖ്യം ചേരാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ടും ഇപ്പോൾ അതിൽ പിടിച്ച് വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്താമെന്നാണ് മോദി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാണ് നിതീഷ് കുമാറിനെ ആകെ വലച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ അവിടെ ബംഗാൾ ഗവർണറായിട്ടുള്ള ആനന്ദ് ബോസും മമതാ ബാനർജിയും കൃത്യമായി ഇത്തരത്തിലുള്ള ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്. മമതയുടെ പാർട്ടിക്ക് 42 ലോക്സഭാ സീറ്റുകളിൽ 29 സീറ്റുകളാണ് ഉള്ളത്. 2019 BJP 18 സീറ്റുകൾ നേടിയ ബംഗാളിൽ 7 സീറ്റുകൾ കുറഞ്ഞു എന്നുള്ളത് വലിയ തിരിച്ചടി തന്നെയായിരുന്നു. മാത്രമല്ല ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ BJPയെ തകിടം മറിച്ചുകൊണ്ട് തൃണമൂലിൻ്റെ വൻ മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചത്. എന്നാൽ തൃണമൂൽ കോൺഗ്രസിന് ഇപ്പോൾ ഒരു ഓഫർ കൊടുക്കുന്ന രീതിയിലേക്കാണ് BJP എത്തിയിരിക്കുന്നത്. പല നേതാക്കളുടെയും അഴിമതി കേസുകളിൽ അവർക്ക് ക്ലീൻ ചിറ്റും അതോടൊപ്പം തന്നെ CBI റെയ്ഡുകൾ മരവിപ്പിച്ച് കേന്ദ്രമന്ത്രിസഭയെ പിടിച്ചു നിർത്താൻ മമതയുടെ MPമാരുടെ സഹായം തേടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ നീങ്ങുന്നത്. മമതാ ബാനർജിയുടെ MPമാരായിട്ടുള്ള കല്യാൺ ബാനർജിയും അതുപോലെ തന്നെ മഹുവ മൊയ്ത്രയും സെനി കൗശികും ഒക്കെ തന്നെ അതിശക്തമായി തന്നെ BJP നേതൃത്വത്തെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും മമത ഒരു വാക്ക് പറഞ്ഞാൽ ഇവർക്കാർക്കും തന്നെ ഒന്നും പറയാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നിർണായക നിമിഷത്തിൽ BJPയെ ഒന്ന് സഹായിച്ചു കളയാമെന്ന നീക്കത്തിലേക്ക് അവർ ഇപ്പോൾ തയ്യാറെടുക്കുകയാണോ എന്ന് ഇതിലൂടെ തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ JDU BJPയുമായിട്ട് ഭിന്നിപ്പിൻ്റെ പാതയിലേക്ക് എത്തിയിരിക്കുന്നുവെന്ന സൂചനകളൊക്കെ തന്നെ ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉടലെടുത്തത് തന്നെയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് സീറ്റ് വീതവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ BJPക്ക് 100-നപ്പുറം സീറ്റ് നൽകാനാകില്ല എന്ന കടുത്ത നിലപാടെടുക്കാൻ JDUവിനെ പ്രേരിപ്പിച്ചതും ഈ ഒരു ഘടകം തന്നെയാണ്. BJPക്ക് കൃത്യമായിട്ടും ബീഹാറിൽ മഹാരാഷ്ട്ര മോഡൽ ഭരണം കൊണ്ടുവരണമെന്ന അതിയായിട്ടുള്ള മോഹവും ആഗ്രഹവുമുണ്ട്. അതൊരിക്കലും തങ്ങൾ അധികാരത്തിലിരിക്കെ നടക്കില്ല എന്നാണ് നിതീഷ് കുമാറും സംഘവും ആവർത്തിച്ച് പറയുന്നത്. ഇത് BJPയെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു പൊട്ടിത്തെറിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ എത്തിച്ചിരിക്കുന്നത്. ബീഹാറിൽ NDA പിളരാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഇപ്പോൾ ഇതിലൂടെ നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിതീഷ് കുമാർ NDA ഉപേക്ഷിച്ച് വീണ്ടും ഇന്ത്യ സഖ്യത്തിലേക്ക് ചാടാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.